എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സുനിത വില്യംസ് അങ്ങനെ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുകയാണ്. 10 ദിവസത്തെ ഒരു യാത്രയ്ക്ക് പോയി കഴിഞ്ഞിട്ട് 9 മാസം ഏതാണ്ട് അവിടെ പെട്ടുപോയ സുനിത വില്യംസ് ഇവിടെ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ, അവർ ബഹിരാകാശത്ത് വെച്ച് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വന്നതെന്നുള്ളതും ഇവിടെ വരുമ്പോൾ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് എന്നുള്ളതുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോണത്. പൊതുവിൽ ഈ യങ്സ്റ്റേഴ്സിനൊക്കെ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള അവരുടെ അംബീഷനാണ് ഒരു ബഹിരാകാശ യാത്ര, അല്ലെങ്കിൽ ബഹിരാകാശത്ത് കുറച്ച് ദിവസങ്ങൾ താമസിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഗ്ലാമറസ് ആണ് എന്ന് വിചാരിക്കുന്നതാണ് പൊതുവിൽ എല്ലാ യുവാക്കന്മാരും. പക്ഷേ ആ യാത്ര എന്ന് പറയുന്നത് ഒട്ടും ലളിതമല്ല, വളരെ വളരെ ആയാസകരമാണ്. മെൻ്റലി ആൻഡ് ഫിസിക്കലി വളരെ സ്ട്രെയിൻഫുള്ളാണ്. വളരെ പ്രൊഫൗണ്ട് ആൻഡ് ഡീവാസ്റ്റേറ്റിംഗ് ഹെൽത്ത് ഇഷ്യൂസ് അത് കഴിഞ്ഞ് വരുമ്പോൾ ആളുകൾക്ക് ഉണ്ടാവുന്നതാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ വളരെ ബ്രീഫായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഈ യാത്ര തുടങ്ങുമ്പോൾ തന്നെ ആദ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. അതായത് ഭൂഗുരുത്വാകർഷണത്തിന് എതിരായിട്ട് പോകുമ്പോൾ, എസ്കേപ്പ് വെലോസിറ്റിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിവേഗത്തിൽ ഇത് പൊങ്ങി പോകുമ്പോൾ അവർ സാൻഡി മാഗ്നസ് എന്ന് പറഞ്ഞ ഒരു പഴയ നാസ ആസ്ട്രോണോട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു തടിയൻ ഗൊറില്ല നെഞ്ഞത്ത് കയറി ഇരിക്കുന്നത് പോലെ തോന്നി എന്നാണ് പറഞ്ഞത്. അത്രയും കനാണ് ഈ ഗുരുത്വാകർഷണത്തെ ഭേദിച്ചുകൊണ്ട് ഉയർന്ന സ്പീഡിൽ പോകുമ്പോൾ. അങ്ങനെ പോയി ബഹിരാകാശത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നത് വെയ്റ്റ്ലെസ്നെസ് ആണ്, ഒരു ഭാരമില്ലാത്ത അവസ്ഥ. അപ്പം തൊട്ട് അവരുടെ അടുത്ത പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഓസോൺ പാളികളുടെ ആ ഒരു സംരക്ഷണ വലയത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നതോട് കൂടിയിട്ട് അതിഭയങ്കരമായിട്ടുള്ള ഈ കോസ്മിക് റേസിനോടും അല്ലെങ്കിൽ സോളാർ ഫ്ലയേഴ്സിനോടും ഒക്കെ അവർ ഈ പേടകം അതിന് ഇരയാക്കപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വികിരണങ്ങൾ വളരെ കൂടും. ആ റേഡിയോ ആക്ടിവിറ്റി സാധാരണ ഇവിടെ ഉള്ളതിൻ്റെ 10 ഇരട്ടിയോ മറ്റോ ആയിരിക്കും എന്നാണ് പറയുന്നത് അവർക്ക് നേരിടേണ്ടി വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് അവർ പേടകത്തിൽ എത്തിക്കഴിഞ്ഞാലോ അവിടുത്തെ വാസം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് നമുക്ക് ഭൂമിയിലുള്ളത് നോക്കുമ്പോൾ വളരെയേറെ പ്രയാസവും വളരെയേറെ കരുതലും വേണ്ടുന്നതാണ്. ആകെ ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമുക്ക് നോക്കാം, രാവിലെ എഴുന്നേൽക്കുകയാണ് നമ്മൾ. അത് അവിടെ ചെയ്യുമ്പോൾ അവിടെ രാവിലെ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. കാരണം 1.5 മണിക്കൂറിൽ ഭൂമി ഒരു വട്ടം ചുറ്റുന്ന ഈ ISS എന്ന് പറയുന്ന ആ നിലയത്തിന് 16 തവണയാണ് രാവിലെ. ഓരോ ദിവസം ഇവിടുത്തെ 24 മണിക്കൂറിൽ 16 സൂര്യാസ്തമനങ്ങളും 16 സൂര്യോദയങ്ങളുമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതോടുകൂടി നമ്മളുടെ ആ ബയോളജിക്കൽ ഇന്റേണൽ ക്ലോക്കൊക്കെ ആകെ തെറ്റുകയാണ്. അപ്പോൾ നമ്മളുടെ ഉറക്കം വ്യത്യാസപ്പെടും, നമ്മളുടെ ഭക്ഷണം കഴിക്കുന്ന സമയങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും ഒരു ശരീരത്തിനൊരു ഐഡിയ ഇല്ലാതാവുകയാണ്. എണീറ്റ് കഴിഞ്ഞാൽ പല്ല് തേച്ച് കഴിഞ്ഞാലൊക്കെ ഈ വെള്ളം ഒരു തരി പോലും, ഒരു തുള്ളി പോലും പുറത്തേക്ക് പോകരുത്. കാരണം പുറത്തു പോകുന്ന വെള്ളം താഴേക്ക് പോകുന്നില്ല, അത് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുകയാണ്. അതെങ്ങാനും പോയി വളരെ സങ്കീർണമായിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയൊക്കെ ഇടയിൽ വിട്ടുപോയി കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ് വളരെ ശ്രദ്ധിച്ച് പല്ല് തേച്ച് ആ വെള്ളം പുറത്തൊന്നും പോവാതെ, ഈ വെള്ളം തന്നെ പല്ല് തേക്കുന്ന വെള്ളവും മൂത്രമൊഴിക്കുന്ന മൂത്രം പോലും റീസൈക്കിൾ ചെയ്ത് കുടിവെള്ളമാക്കണം. കാരണം അവിടെ വെള്ളം ഒരു ലക്ഷറിയാണ്. അപ്പം അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു ചടങ്ങാണ്. ഈ മൂത്രമൊഴിക്കുമ്പോഴോ ടോയ്ലറ്റിൽ പോകുമ്പോഴോ ഒക്കെ ഈ ഗുരുത്വാകർഷണം ഇല്ലാത്തത് കൊണ്ട് ഈ പുറത്തു വരുന്ന സാധനങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടൊരു സക്ഷൻ പൈപ്പ് വെച്ച് പമ്പ് വെച്ചിട്ട് കൃത്യമായിട്ട് അത് ഉള്ളിലേക്ക് വലിച്ചെടുക്കണം. അതിലങ്ങനെ സ്ഥാനം തെറ്റിക്കഴിഞ്ഞാൽ ഈ സംഗതികളൊക്കെ അവതാളത്തിലായി. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂത്രം റീസൈക്കിൾ ചെയ്ത് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കണം. മനുഷ്യ വിസർജ്യം എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമായിട്ടൊരു പാക്കറ്റിലാക്കിയിട്ട് ഈ ബഹിരാകാശ പേടകം റീഎൻട്രി ചെയ്യുമ്പോൾ ബഹിരാകാശം ഉപേക്ഷിക്കപ്പെടുന്ന കത്താൻ വിടുന്ന മെഷീൻ പാർട്ടുകളുടെ ഒപ്പം ഇതിനെ കടത്തിവിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഇതൊക്കെ കത്തിച്ചു കളയാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ഒരു പ്രത്യേക രീതിയിലാണ് പമ്പിങ് നടത്തുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തേക്കൊക്കെ ഗുരുത്വാകർഷണത്തിനെതിരായിട്ടാണ് ഹാർട്ട് പമ്പ് ചെയ്യുന്നത്. താഴേക്ക് താരതമ്യേന പതുക്കെ പമ്പ് ചെയ്താൽ മതി. അപ്പോൾ ഹാർട്ടിന് നമ്മൾ ബഹിരാകാശത്ത് പോയത് അറിയില്ല. ഹാർട്ട് മുകളിലെത്തുമ്പോഴും മുകളിലേക്കും ഒരേപോലെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ബഹിരാകാശത്ത് ഈ മുകൾ താഴെ എന്ന് പറയുന്ന ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ബോഡി ഫ്ലൂയിഡ്സും രക്തവും ഒക്കെ തലയിലേക്കും മുകൾ ഭാഗത്തേക്കും എരച്ച് കയറും. അപ്പോൾ മൊത്തത്തിൽ ഇവിടെയൊക്കെ ഒരു പഫ്ഡ് ഫീലിംഗ് ആയിരിക്കും. കണ്ണൊക്കെ കുറേശ്ശെ ചീർത്തു തുടങ്ങും. മൂക്ക് സ്ഥിരമായിട്ടൊരു കോൾഡ് പിടിച്ച പോലെ മൂക്ക് അടഞ്ഞു പോവും. അതോടുകൂടി നമുക്ക് സ്വാദ് അറിയാനുള്ള കഴിവ് നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ വളരെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുക. കിടക്കാൻ പ്രയാസമാണ്.
കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടപ്പ് എന്ന് പറയുന്നൊരു പരിപാടിയില്ല. കാരണം ഒരു മുകൾ ഭാഗമോ കീഴ്ഭാഗമോ ഒന്നും ഇല്ലാത്തൊരു ഭാരമില്ലാത്ത അവസ്ഥയിൽ ഒരു നിലത്ത് കിടക്കുക അല്ലെങ്കിൽ കട്ടിലുമ കിടക്കുക എന്ന പരിപാടിയൊന്നും പറ്റില്ല. ഒരു സ്ലീപ്പിംഗ് ബാഗ് എവിടെയെങ്കിലും പതിപ്പിച്ച് വെച്ച് കെട്ടിവെച്ച് അതിൻ്റെ ഉള്ളിൽ കയറി ഒരു വെൽക്രോ ഉപയോഗിച്ച് കൈയൊക്കെ കെട്ടി ഇരിക്കണം. അല്ല അങ്ങനെ കൈ കെട്ടി വെച്ചില്ലെങ്കിൽ ഉണരുമ്പോൾ കൈ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും, കയ്യിന് വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് സംഘർഷങ്ങളും വിഷമങ്ങളും, ഇവർക്ക് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മനുഷ്യന് ഭൂമിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവന്റെ അസ്ഥികൾക്കും മസിലുകൾക്കും താഴേക്ക് ഭൂമിഗുരുത്വാകർഷണം പോലെ ഒരു പിടിച്ചുവലിവ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അയാളുടെ അസ്ഥികളിലൊക്കെ ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ചില സ്പെഷ്യലൈസ്ഡ് സെല്ലുകളുണ്ട്. ആ സെല്ലുകളാണ് ചില കൊളാജനുകളും ചില പ്രോട്ടീനുകളൊക്കെ ഉപയോഗിച്ചിട്ട് ആ ബോണ്ട് ഡെൻസിറ്റി കൂട്ടി നിർത്തിയിട്ട് ഈ പിടിച്ചുവലിവിനെ ചെറുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ ഭാരമില്ലാത്ത അവസ്ഥയിൽ ഈ ഓസ്റ്റിയോബ്ലാസ്റ്റ് സെല്ലുകളുടെ ഉൽപ്പാദനം കുറയും, പ്രോട്ടീനുകളും കൊളാജനുകളും അത് ഉണ്ടാക്കില്ല. അപ്പോൾ അതോടുകൂടി ബോൺ ഡെൻസിറ്റി കുറയും. ഒരാഴ്ച കൊണ്ട് 1% കുറയും എന്നാണ് പറയുന്നത്, ഈ വേണ്ടത്ര എക്സസൈസ് ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ എക്സസൈസ് ഇല്ലെങ്കിൽ മസിലുകൾ ബലക്ഷയം വരും, മസിൽ അട്രോഫി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ഒരു ദിവസം 2 മണിക്കൂറെങ്കിലും നിർബന്ധമായിട്ടും അവർ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അവരുടെ രക്തവും സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡും ഒക്കെ ഗ്രാവിറ്റിയുടെ നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇല്ലാതെ ശരീരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത് കൊണ്ട് അവർക്ക് സ്പേസ് ഫ്ലൈറ്റ് അസോസിയേറ്റഡ് ന്യൂറോ ഒക്യുലർ സിൻഡ്രം, സാൻസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാഴ്ചശക്തി കുറയും, ബ്രെയിനിൻ്റെ ഫങ്ഷനെ അത് പലപ്പോഴും അഫക്റ്റ് ചെയ്യും. അത് കുറേ കാലം, ഇതെല്ലാം തിരിച്ചു വരാൻ സമയമെടുക്കുന്നു മാത്രം. ഇതെല്ലാം തിരിച്ചു വരും, പക്ഷെ തിരിച്ചു വരുമ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ട് അവർക്ക് പോവും. എന്തിന് അവർക്ക് അവരുടെ ശരീരത്തിൽ അവരുടെ വസ്ത്രങ്ങൾ തൊടുന്നത് പോലും ഒരു അസ്വാഭാവികത തോന്നും എന്ന് പറയുന്നു, സ്പേസിലുള്ള ആ അനുഭവങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട്. പിറ്റ്സ്ബർഗ് യൂണിവേഴ്സിറ്റിയുടെ സെൻറ്റർ ഫോർ സ്പേസ് ബയോമെഡിസിൻ്റെ തലവനായിട്ടുള്ള ഡോക്ടർ ബെഹഷ്ടി പറയുന്നത് പോലെ ഇവർക്ക് ഒരു ആക്സിലറേറ്റഡ് ഏജിങ് ഉണ്ടാവും. അതായത് അവർക്ക് വയസ്സ് കൂടുക എന്നല്ല പറയുന്നത്, കൂടിയ വയസ്സിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ, കാഴ്ചക്കുറവ്, അസ്ഥിബലക്ഷയം, നടക്കാൻ ബുദ്ധിമുട്ട്, കേൾവിക്ക് പ്രശ്നം, ഇതൊക്കെ അവർക്ക് നേരത്തെ തന്നെ അനുഭവപ്പെടാൻ തുടങ്ങും. കാർഡിയോവാസ്കുലർ റിസ്കുകളും നേരത്തെ തന്നെ അനുഭവപ്പെടാൻ തുടങ്ങും എന്ന് പറയുന്നു. ഇതിൽ ആശാവഹമായൊരു കാര്യം എന്താണെങ്കിൽ ഇതെല്ലാം നല്ല അടുക്കും ചിട്ടയോടുകൂടിയുള്ള എക്സസൈസ് കൊണ്ടും ഫിസിക്കൽ ആക്ടിവിറ്റികൾ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ നടത്തുന്നത് കൊണ്ടും പൂർണ്ണമായും തിരിച്ചു വരുന്നതാണ്. പിന്നെ ഇതൊക്കെ താങ്ങാൻ വളരെ കഴിവുള്ള ആളുകളെയാണ് ഇതിന് തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ സുനിത വില്യംസ് തന്നെ ഏതാണ്ട് ഒരു മാസം മുമ്പ് അവർ പറഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ വളരെ ശ്രദ്ധേയമായൊരു കാര്യം പറഞ്ഞു. ഞങ്ങൾ ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 24 മണിക്കൂറോളം അപ്പോഴും ഞങ്ങൾ ഈ സ്പേസിൽ ഉള്ളതിൻ്റെ ഒരവസ്ഥ ഞങ്ങൾക്ക് തലയിൽ ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും. അത് കഴിയുമ്പോൾ പതുക്കെ നമുക്ക് മനസ്സിലാവും ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഏതായാലും വളരെ സങ്കടവും ഒരു ശൂന്യതയുമാണ് ഞങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നതെന്ന്. അതാണ് അവരുടെ ആ ഒരു മെൻ്റൽ സ്റ്റഫ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ സ്പേസ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അത്യന്തം എക്സൈറ്റിംഗ് ഒക്കെ ആണെങ്കിൽ പോലും അതിന് അതിൻ്റേതായിട്ടുള്ള വെല്ലുവിളികൾ ഒരുപാടുണ്ട്. അതിൻ്റെ കായികക്ഷമതയും അതിൻ്റെ മാനസികമായ ആരോഗ്യവുമുള്ള ആളുകൾക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിനൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നത് വലിയ ശാസ്ത്രജ്ഞരോ അല്ലെങ്കിൽ വലിയ ഗവേഷകരോ ഒന്നുമല്ല. പലപ്പോഴും നല്ല ഫൈറ്റർ പ്ലെയിൻ പൈലറ്റ്സ് ഒക്കെയാണ് ഇത്തരം ദൗത്യങ്ങൾക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ അത്രയും ഉയർന്ന ശാരീരിക മാനസിക ക്ഷമത ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ ബഹിരാകാശ യാത്രയും ബഹിരാകാശവാസവും. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.